സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2024 പുതുവർഷ ഫലത്തില് തൃക്കേട്ട നക്ഷത്രക്കാർ അറിയാൻ ചില സുപ്രധാന കാര്യങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള വിശദമായ ഫലങ്ങൾ നമുക്ക് ഇന്നത്തെ അധ്യായത്തിൽ നോക്കാം. കുന്തം പോലെ 3 നക്ഷത്രങ്ങൾ കാണപ്പെടുന്നതാണ് തൃക്കേട്ട. ഇന്ദ്രൻ ദേവത, രക്ഷാകങ്കണം ചിഹ്നം. ഈ നക്ഷത്രജാതർ പൊതുവെ അധ്വാനശീലരും കർമ്മനിരതരുമായിരിക്കും. ഉന്നതങ്ങളിൽ എത്തിയ ശേഷം പെട്ടെന്ന് പിന്നോക്കം വയ്ക്കുന്ന സ്വഭാവം ഇവരിൽ കാണപ്പെടുന്നു. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകള് വാക്സാമർത്ഥ്യവും ബുദ്ധിശക്തിയും കൊണ്ട് ആരെയും ആകർഷിക്കും. പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതിലും സദ്യ ഒരുക്കുന്നതിലും ഇവർ പ്രത്യേകം അഭിരുചി കാണിക്കും. സ്വതന്ത്രത്തിലും അതുപോലെ തന്നെ സുഖ സൗകര്യങ്ങളൊക്കെ താല്പര്യം പ്രദർശിപ്പിക്കുന്നവരാണ് പൊതുവെ തൃക്കേട്ട നക്ഷത്രക്കാര്. ഈ നക്ഷത്രക്കാരുടെ 2024 പുതുവർഷ ഫലം പൊതുവെ ഗുണദോഷ മിശ്ര ഫലങ്ങളാണ് കാണുന്നത്. വർഷാവസാനം 4 മാസം നല്ല സമയമാണ്. മനഃശല്യം അതുപോലെ സാമ്പത്തികമായ പ്രയാസം, കാര്യതടസ്സം ഇവ അനുഭവമാണ്. സ്ത്രീകൾക്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ തടസ്സങ്ങളും മനഃശല്യവും ഒക്കെ ഉണ്ടാകും. ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ വ്യാഴാഴ്ച ഒരിക്കലെടുത്ത് വിഷ്ണു സഹസ്രനാമം ജപിക്കുക. അപ്പോൾ നമുക്ക് ഈ തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചുള്ള അവരുടെ ജനുവരി മാസം മുതൽ ഡിസംബർ വരെയുള്ള വിശദമായുള്ള ഫലങ്ങളാണ് ഇനി നമുക്ക് നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ജനുവരി മാസത്തെ ഫലം നോക്കാം. ദീർഘകാല പദ്ധതികൾക്ക് ഉപദേശങ്ങൾക്ക് നിർദ്ദേശങ്ങളും സ്വീകരിക്കും. വർഷങ്ങൾക്ക് മുമ്പ് ഉപേക്ഷിച്ച വിദേശ പൗരത്വം ലഭിച്ചേക്കും. മക്കളുടെ വിദ്യാഭ്യാസ സൗകര്യങ്ങളൊക്കെ ഗുണമുണ്ടാകും. പുണ്യപ്രവർത്തികളിൽ ചെയ്യാനൊക്കെ അവസരം ലഭിക്കും. കോളേജ് അധ്യാപകർക്ക് പ്രൊമോഷനൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് ഫെബ്രുവരി മാസത്തെ ഫലം നോക്കാം. സ്വന്തം നിലയിൽ നടത്തുന്ന സ്ഥാപനത്തിൽ ഒരാളെ കൂടി ചേർത്ത് വിപുലീകരിക്കും. ദൂരയാത്രയ്ക്ക് സാധിക്കും. പുണ്യക്ഷേത്ര ദർശനം നടത്താനിട വരും. ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം ലഭിക്കും. സ്ഥലമാറ്റത്തിന് അപേക്ഷിച്ചവർക്ക് ഇത് ശരിയാകും. നമുക്ക് മാർച്ച് മാസത്തെ ഫലം നോക്കാം. ഉദ്യോഗത്തിൽ ജോലിഭാരം കൂടും. സ്വന്തം ചുമതലകളെ അന്യരെ ഏൽപ്പിക്കരുത്. ഊഹക്കച്ചവടത്തിൽ ഗുണമുണ്ടാകും. വിദേശ ജോലി ഉപേക്ഷിച്ച് സ്വദേശത്തേക്ക് മടങ്ങും. സാമ്പത്തികമായി സഹായിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ആരോഗ്യ ഗുണമുണ്ടാകും. അതുപോലെ തന്നെ ഇനി നമുക്ക് ഏപ്രിൽ മാസത്തെ ഫലം നോക്കാം. കൃഷിയിൽ നിന്ന് ധനലാഭം ഉണ്ടാകും. സാമ്പത്തിക നില മെച്ചപ്പെടും. വീട് പുതുക്കിപ്പണിയാൻ ശ്രമിക്കും. വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരും. രാഷ്ട്രീയക്കാർക്ക് ഉയർന്ന പദവിയിലേക്ക് എത്താൻ പറ്റുന്ന കാലമാണ്. ഇനി നമുക്ക് മെയ് മാസത്തെ ഫലം നോക്കാം. മേലധികാരികളുടെ ശാസനയൊക്കെ പ്രാപ്തമാകും. അതുപോലെ തന്നെ ജോലിയിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടി വരും. അതുപോലെ തന്നെ സഹപ്രവർത്തകരെ കൊണ്ടുള്ള സഹായം കുറഞ്ഞു വരും. കടം കൊടുത്ത പണം കുറച്ചൊക്കെ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. വാക്ക് തർക്കങ്ങൾ കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ജൂൺ മാസത്തെ ഫലം നോക്കാം. ജൂൺ മാസത്തിൽ കരാർ ജോലിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജോലിയിൽ നിന്നൊക്കെ ലാഭം കുറയാൻ സാധ്യതയുണ്ട്. പറഞ്ഞ സമയത്ത് ജോലി തീർക്കാൻ കൊടുക്കാൻ കഴിഞ്ഞില്ലെന്നൊക്കെ വരും. അതുപോലെ തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ജോലിഭാരം കൂടുകയും വരുമാനം വർദ്ധിക്കുകയൊക്കെ ചെയ്യും. ആരോഗ്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ജൂലൈ മാസത്തെ ഫലം നോക്കാം. കിട്ടേണ്ട സമയത്ത് സഹായം കിട്ടിയെന്ന് വരില്ല. മനസ്സമാധാനമൊക്കെ കുറയും. കുടുംബപരമായ ഭിന്നാഭിപ്രായങ്ങളൊക്കെ വന്നേക്കാം. അതുപോലെ തന്നെ കച്ചവടം മന്ദഗതിയിലാവും. വ്യവസായശാലകളിൽ തൊഴിൽ തർക്കങ്ങളൊക്കെ രൂക്ഷമാകും. അപ്പോൾ അതുപോലെ തന്നെ സുഹൃത്തുക്കളെ കൊണ്ട് സഹായ സഹകരണങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് ഓഗസ്റ്റ് മാസത്തെ ഫലം നോക്കാം. തറവാട് സ്വത്ത് വീതം വയ്ക്കാൻ ഒരുങ്ങും. അതുപോലെ തന്നെ ഇതിലെ ചില ഭിന്നതകളൊക്കെ വന്നേക്കാം. ഗവൺമെന്റിൽ നിന്ന് കിട്ടാൻ ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ജോലിസ്ഥലം മോടി പിടിപ്പിക്കും. വാഹനാപകട സാധ്യത കാണുന്നു. അതുപോലെ തന്നെ സെപ്റ്റംബർ മാസത്തെ ഫലമാണ് ഇനി നമുക്ക് കാണാൻ പോകുന്നത്. ശുഭകാര്യങ്ങളൊക്കെ നടത്താൻ ഇടവരും. കർമ്മരംഗം പുഷ്ടിപ്പെടും. സന്ധി സംഭാഷണങ്ങൾ കൊണ്ട് കാര്യം ശരിപ്പെടുന്നതാണ്. മേലധികാരികളിൽ നിന്ന് പ്രശംസ കിട്ടുന്നതാണ്. ദൂരസ്ഥലത്തുള്ളവരിൽ നിന്ന് സഹായ സഹകരണങ്ങളൊക്കെ ലഭിക്കും. സാമ്പത്തിക നില മെച്ചപ്പെടും. ഇനി നമുക്ക് ഒക്ടോബർ മാസത്തെ ഫലം നോക്കാം. കായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ്. ഇരുമ്പ്, സിമന്റ് എന്നീ വീട് നിർമ്മാണ സാമഗ്രികൾ വിൽക്കുന്നവർക്കൊക്കെ കച്ചവടം പുരോഗമിക്കും. വാഹനം റിപ്പയർ ചെയ്യുന്നവർക്കും വളരെ നല്ല സമയമാണ്. കൃഷിയിൽ നിന്ന് നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഗ്രഹസൗഖ്യമൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് നവംബർ മാസത്തെ ഫലം നോക്കാം. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ യാത്ര ആവശ്യമായി വരും. പണം മുടക്കുന്നതിൽ വളരെ മുൻകരുതലുകൾ ആവശ്യമാണ്. ഉപരിപഠനത്തിൽ ഉദ്ദേശിക്കുന്ന വിഷയത്തിൽ അഡ്മിഷൻ ലഭിക്കും. ശത്രുക്കൾ മിത്രങ്ങളാകും. കുടുംബകാര്യങ്ങൾ അനുകൂലമാണ്. ഇനി നമുക്ക് ഡിസംബർ മാസത്തെ ഫലം നോക്കാം. പൂജാതി കർമ്മങ്ങളൊക്കെ വീട്ടിൽ ചെയ്യാൻ ഇടവരും. മനസ്സന്തോഷം ഉണ്ടാകും. നഷ്ടപ്പെട്ട മനോബലം തിരിച്ചു കിട്ടും. സന്താനങ്ങൾക്ക് വിദേശത്ത് ഉപരിപഠനത്തിന് അവസരം ലഭിക്കും. കർമ്മരംഗത്ത് സമാധാനമൊക്കെ ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക ഗുണം ഉണ്ടാകും. അപ്പോൾ 2024 പുതുവർഷ ഫലം ആണ് നമ്മൾ തൃക്കേട്ട നക്ഷത്രക്കാരെ കണ്ടത്. അവരെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ 4 മാസം വളരെയധികം ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന കാലമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഉത്രാട നക്ഷത്രക്കാർക്ക് പൊതുവെ ആദ്യത്തെ കുറച്ച് കാലങ്ങളിലൊക്കെ ദോഷമാണെങ്കിൽ പോലും പിന്നീട് ഗുണമാണ് കൂടുതൽ വരാൻ പോകുന്നത്. അപ്പോൾ 2024 പുതുവർഷത്തിലെ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള വിശദമായ ഫലങ്ങൾ നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ പൊതുവായ ഫലങ്ങളും എല്ലാം തന്നെ നമ്മൾ ഇന്നത്തെ അധ്യായത്തിൽ കണ്ടു.
അപ്പോൾ ഇന്നത്തെ അധ്യായം തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയാനുള്ള 2024 പുതുവർഷ ഫലങ്ങളെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ അറിയണോ ആ കാര്യങ്ങളെക്കുറിച്ച് എല്ലാം തന്നെ വിശദമായിട്ട് നമ്മൾ ഇന്നത്തെ അധ്യായത്തിൽ കണ്ടപ്പോൾ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കും. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.